ഇപ്പോൾ നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യുച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ, പതിക്കലച്ചൻ്റെ ഓർമ്മകളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു വൈദികൻ തന്നെയായിരുന്നില്ലേ അന്തരിച്ച പതിക്കലച്ചൻ? തലശ്ശേരി അതിരൂപതയിലെ ഒരു സീനിയർ വൈദികൻ എന്ന നിലയിൽ എനിക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത ആഴമായ ബന്ധം വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ എൻ്റെ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുകയാണ്. വിളക്കന്നൂര് ഇടവഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഞാൻ കൂടുതലായി അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ഇടയായിട്ടുള്ളത്. ഒരു അദ്ദേഹം ഇരുന്ന മിക്കവാറും പല ദേവാലയങ്ങളിലും ഇടവകളിലും വാർഷിക ധ്യാനം നടത്തുന്നതിന് വേണ്ടി ഞാൻ പോയതുകൊണ്ട് പല പ്രാവശ്യവും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കാൻ ഇടയായിട്ടുണ്ട്. നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. വിളക്കന്നൂര് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 2013 നവംബർ മാസം 15-ാം തീയതി ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയത്തിൽ അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഞാൻ അവിടെ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു. അന്ന് മുതൽ ആ സൗഹൃദം വളരെ കൂടുതലായി ആഴപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ വളരെ ശാന്തമായ, യാതൊരു ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നും ഇല്ലാതെ വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ചെയ്യുന്ന കാര്യങ്ങളോട് വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യൻ, പരിശുദ്ധ കുർബാനയോട് അഗാധമായ സ്നേഹമുള്ള മനുഷ്യൻ. അതുപോലെ തന്നെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതോടുകൂടെ പരിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടൊക്കെ എന്നോട് പേഴ്സണലായി അദ്ദേഹം പങ്കുവയ്ക്കാനും ഇടയായിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ കൂടുതലായി അദ്ദേഹത്തോട് അടുത്ത് ഇടപെടാനായിട്ട് ഇടയായത്. ഓരോ വർഷത്തെയും തിരുമുഖ അത്ഭുതം നടന്നതിന്റെ വാർഷികത്തിൽ അദ്ദേഹം അവിടെ വിളക്കന്നൂര് വരുമായിരുന്നു. 3 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു 15-ാം തീയതിയിലെ പ്രധാന കാർമ്മികനായി അവിടെ വരിക. എല്ലാ നവംബർ 15-ാം തീയതിയും അദ്ദേഹം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുമായിരുന്നു. അത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭക്തിയും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹവും ഒക്കെ വളരെ ആഴമായി എനിക്ക് അനുഭവിച്ച് അറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടന്നതിന് ശേഷം അദ്ദേഹത്തോട് അനേകം പേര് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും എപ്പോഴും വളരെ സൗമ്യമായും ശാന്തമായും അതിനെല്ലാം ഉത്തരം നൽകുകയും എല്ലാം ചെയ്തു. പിന്നീട് സഭയുടെ നിർദ്ദേശങ്ങൾ കിട്ടുന്ന സമയത്ത് അതിനോട് വളരെ കൃത്യമായി അനുസരണം കാണിക്കുകയും 2013 നവംബർ മാസം 17-ാം തീയതി എന്ന് പറഞ്ഞാൽ അത്ഭുതം നടന്നതിന്റെ 2 ദിവസം കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് ഈ തിരുവോസ്തി മാറ്റുകയും ചെയ്യുകയുണ്ടായി. പിന്നീടുള്ള 5 വർഷക്കാലം തലശ്ശേരിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്, നിരീക്ഷണത്തിനും ഒക്കെയായി. അതിനുശേഷം പിന്നീട് ആണ് തിരിച്ച് വിളക്കന്നൂരിലേക്ക് കൊണ്ടുവന്നത്. ആ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടയായത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഔദ്യോഗികമായി സഭ അംഗീകരിച്ചതിൽ വലിയ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതുപോലെ ഇത്രയും പെട്ടെന്ന് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സഭയുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കാണാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇന്ന് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. ദൈവകൃപയിൽ എന്നും ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് ബന്ധമുള്ള എല്ലാവർക്കും അദ്ദേഹം എപ്പോഴും ഒരു അടുത്ത സുഹൃത്തായിരുന്നു. ഞാനും അത് ഒത്തിരിയേറെ പ്രാവശ്യം അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനമായും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഒപ്പം തന്നെ മാത്യുച്ച, പതിക്കലച്ചൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പതിക്കലച്ചൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചൊരു സംഭവം തന്നെയായിരുന്നില്ലേ ദിവ്യകാരുണ്യ അത്ഭുതം? അതിനുശേഷം പലപ്പോഴും നമ്മൾ അച്ഛൻ്റെ അഭിമുഖം എടുക്കുന്ന ഒരു ഘട്ടത്തിൽ ആ സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അച്ഛനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ ശബ്ദം ഇടറിയാണ്, വളരെ വികാര നിർഭരനായിട്ട് തന്നെയാണ് പലപ്പോഴും ആ അത്ഭുതത്തെക്കുറിച്ച് നേരിട്ട് കാണാൻ സാധിച്ച ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പങ്കുവെച്ചത്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യകാരുണ്യ അത്ഭുതം, ആ തിരുവോസ്തിയിൽ വന്ന കർത്താവിൻ്റെ ആ ഒരു തിരുമുഖം, ആ അത്ഭുതം പതിക്കലച്ചൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും. അദ്ദേഹം ഒരു സാധാരണ രൂപതാ വൈദികൻ എന്ന നിലയിലായിരുന്നു അതുവരെ അറിയപ്പെട്ടിരുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും മറ്റൊരു ലെവലിലേക്ക് ഉയരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണല്ലോ തിരുസഭയില് വ്യത്യസ്തമായിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ് ശരിക്ക് വിളക്കന്നൂര് സംഭവിക്കുന്നത്. യെസ്. ബാക്കിയുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെല്ലാം ഈശോ തിരുവോസ്തി ഈശോയുടെ ശരീരമായി മാറുന്ന അത്ഭുതമാണ് നടന്നത്. എന്നാൽ വിളക്കന്നൂരത്തെ ദിവ്യകാരുണ്യ അത്ഭുതം അതിൽ നിന്ന് വ്യത്യസ്തമായി തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയാണ് ചെയ്തത്. കുർബാനയുടെ മധ്യത്തിലാണ്, പ്രത്യേകിച്ച് റൂഹാക്ഷണ പ്രാർത്ഥനയോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൽ അത്ഭുതകരമായ വിധത്തിൽ ഈ മാറ്റം വന്ന് തുടങ്ങിയത്. അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഭാവപ്രകടനങ്ങളും എല്ലാം, അന്ന് 62 പേര് അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് ബലി തന്നെ പൂർത്തിയാക്കുന്നത്. വൈകാരികമായ ഒരു വലിയ അനുഭവമായിരുന്നു അത്. പിന്നീടുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിലുള്ള സജീവമായ സാന്നിധ്യത്തെ കൂടുതൽ തന്റെ സ്വന്തം കരങ്ങളിൽ ദിവ്യകാരുണ്യത്തിന്റെ തിരുമുഖം തെളിഞ്ഞു വന്നതിന്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം കുറെ കൂടെ ദിവ്യകാരുണ്യത്തിൽ ആഴമായ വിശ്വാസവും ഭക്തിയുമുള്ള ജീവിതമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് വളരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖമാണല്ലോ തെളിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് വിളക്കന്നൂര് തിരുമുഖത്തോടുള്ള ഭക്തി വളർത്തുന്നതിന് വേണ്ടി നൊവേനകളും ഒക്കെ ക്രമീകരിക്കാനായിട്ട് ഇടയായത്. അദ്ദേഹം വരുമ്പോൾ ഈ തിരുമുഖ നൊവേന ചെല്ലാനും അതുപോലെ തിരുമുഖ ഭക്തിയിൽ അദ്ദേഹം വളരുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ ലൈഫ് പോലെ തന്നെ അത് കൂടുതൽ തീഷ്ണതയോടെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ജീവിച്ച അവസാനത്തെ ബലി പോലും അത്രയും ഭക്തിയോടെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു പ്രത്യേകത, അദ്ദേഹം ഇന്ന് വരെ ഈ ലോകത്തിൽ അർപ്പിച്ച എല്ലാ ബലികളുടെയും എണ്ണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസം ചെല്ലുന്ന പരിശുദ്ധ കുർബാനയും ഇത്രയും വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ അദ്ദേഹം ചെല്ലിയ എല്ലാ പരിശുദ്ധ കുർബാനയുടെയും എണ്ണം കൃത്യമായി അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ അപ്പസ്തലനായിരുന്നു അദ്ദേഹം എന്നാണ് എനിക്ക് അറിയിക്കാനായിട്ട്. ഒരു കാര്യം കൂടി വെച്ചാൽ നമുക്കറിയാം, അതിനുശേഷം പതിക്കലച്ചൻ്റെ ലൈഫിൽ വളരെയധികം സഹനങ്ങളുണ്ടായി, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം. കഴിഞ്ഞ വർഷം ഈ ഒരു 2025 അത്ഭുതം വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്ന ആ ഒരു ചടങ്ങുകളിലൊക്കെ അച്ഛൻ പങ്കെടുത്തിരുന്നു. പക്ഷേ രോഗാവസ്ഥ തന്നെയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രോഗാവസ്ഥകൾ, സഹനങ്ങൾ അതിൽ കൃപകളാക്കി മാറ്റുന്ന ഒരു അനുഭവം തന്നെ പതിക്കലച്ചൻ്റെ ലൈഫിൽ നമുക്ക് കൃത്യമായിട്ടും നിരീക്ഷിക്കാൻ സാധിക്കുകയില്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തില് പിന്നീട് ഇതിനുള്ള ഒരുക്കം എന്ന നിലയിൽ സഹനം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സഹനത്തെ അങ്ങനെ മനസ്സുകൊണ്ട് ഒരുങ്ങി തന്നെയാണ് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓടംതോട് ഇടവകയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലെ ശുശ്രൂഷ ചെയ്തത്. അപ്പൊ ഞാൻ ആ ഇടവകയില് ശുശ്രൂഷ ചെയ്തിട്ടുള്ളതായിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ പോവുകയും രോഗാവസ്ഥയിൽ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നിനെ കുറിച്ച് ഒരു ആവലാതിയോ പരാതിയോ അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ദൈവം തന്ന ഒരു സമ്മാനം പോലെ അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പുണ്യപുരുഷനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. ഓക്കെ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി മാറ്റി വെച്ചാൽ, ഏറ്റവും ലാസ്റ്റ് നിമിഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ എപ്പോഴെങ്കിലും അച്ഛനുമായിട്ട് സംസാരിക്കാനുള്ള, ഫോണിൽ കൂടി അല്ലെങ്കിൽ നേരിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ കണ്ടിട്ടിപ്പോൾ കുറച്ച് നാളുകളായിരുന്നു. ഓക്കെ, വളരെ നന്ദി മാത്യു. ഈ ഒരു ഘട്ടത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ പതിക്കലച്ചൻ്റെ ലൈഫിനെ കുറിച്ച്, പ്രത്യേകിച്ച് അച്ഛൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ആ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അങ്ങ് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. വളരെ നന്ദി അച്ഛാ. താങ്ക് യു.